വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും അതുപോലെ ഒരു ഫ്ലേവർ കിട്ടാനും കൂടെയാണേ. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇനി കുരുമുളകും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ, ഒരു നല്ല ഫ്ലേവറാണ്, അപ്പോൾ കുറച്ച് മാത്രം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് എടുക്കണം. അതവിടെ നിന്നാകുന്ന സമയം കൊണ്ട് നമുക്കൊരു കുക്കറിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു സവാള നന്നായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത്. ഇനി മസാലപ്പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ മസാലപ്പൊടികളെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ഇനി റെസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിട്ട് നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഞാനൊരു 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാനിട്ടത്. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തണുപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം നമ്മളൊരൽപ്പം ചാറിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ഒരു കറി റെഡി. ഇതിപ്പോൾ റൈസിൻ്റെ കൂടെയൊക്കെ പോകും കേട്ടോ. പിന്നെ പുട്ട് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.